കർത്താവിൽ അനുഗ്രഹീതരായ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് നമ്മൾ കേൾക്കുന്ന ദൈവവചനങ്ങളെല്ലാം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നല്ല ഒരു മറുപടിയായിരിക്കും. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അതിൽ ഇപ്രകാരം പറയുന്നു: ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ആമേൻ. തമ്പുരാനെ, ജീവിതത്തിൽ സഹനങ്ങൾ നേരിടുമ്പോൾ ഞങ്ങൾ പലപ്പോഴും നിന്നിൽ നിന്ന് അകന്നു പോകുന്നു. ആ വേശ്യാസ്ത്രീയുടെ പാപങ്ങളായിരിക്കാം, ഒരുപക്ഷെ ചുറ്റിലും കൂടെ നിന്നവരായിരിക്കാം അവളെ ദൈവത്തിൻ്റെ മുമ്പാകെ കൊണ്ടെത്തിച്ചതെങ്കിൽ നമുക്ക് നമ്മുടെ സഹനങ്ങളോട്, പ്രയാസങ്ങളോട്, ബുദ്ധിമുട്ടുകളോട് നന്ദി പറയണം. കാരണം ഞാനും നിങ്ങളും ഇന്ന് ദൈവ മുൻപാകെ നിൽക്കുവാൻ കാരണം ഒരുപക്ഷെ നമ്മുടെ സഹനങ്ങളായിരിക്കാം, പ്രയാസങ്ങളായിരിക്കാം, ബുദ്ധിമുട്ടുകളായിരിക്കാം. സ്തോത്രം. നമുക്കു നേരെ പാഞ്ഞെടുക്കുന്ന അപവാദങ്ങളായിരിക്കാം, നമുക്കെതിരെയും എറിയുവാൻ കല്ലുകളുമായി നിൽക്കുന്നവർ ഒത്തിരി പേരുണ്ടാകാം നമ്മുടെ ചുറ്റിലും. മറ്റുള്ളവരുടെ മുൻപിൽ നിന്നെ ഒരു നിന്ദയ്ക്കും പരിഹാസത്തിനും ഒക്കെ കാരണമാകുന്ന കല്ലുകൾ, ജീവിത ക്ലേശങ്ങളാകുന്ന കല്ലുകൾ, രോഗങ്ങളായുള്ള കല്ലുകൾ, കടബാധ്യതകളായുള്ള കല്ലുകൾ, അവയ്ക്കൊന്നും ഒരിക്കലും നിന്നെ ഒരു പോറൽ പോലും ഏൽക്കുവാൻ തമ്പുരാൻ കർത്താവ് അനുവദിക്കുകയില്ല. കാരണം നീ നിൽക്കുന്നത് തമ്പുരാന്റെ മുൻപാകെയാണ്. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞ നമ്മുടെ ദൈവത്തിൻ്റെ മുൻപിലാണ് നാം നിൽക്കുന്നത്. അവർ ആരും അവളെ കല്ലെറിഞ്ഞില്ല. നിനക്കാരും ശിക്ഷ വിധിച്ചില്ലേ എന്ന് അവൻ ചോദിച്ചു. ഇല്ല കർത്താവേ എന്നവൾ മറുപടി പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകുക, പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്കെല്ലാവർക്കും സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.